ചരിത്രപരമായി ഏറെ ഗുണവും പ്രാധാന്യവുമുള്ള വ്യായാമമാണ് യോഗയെന്ന് തളിപ്പറമ്പ് ഡിവൈഎസ്പി കെ പ്രേമചന്ദ്രൻ. പരിയാരം പൊന്നുരുക്കിപ്പാറ പൊള്ളാളത്തെ ഭവാനി സർവശാലയിൽ 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു കാലഘട്ടത്തിൽ അധികം ആളുകൾ ശീലിക്കാത്ത യോഗ ഇന്ന് എല്ലാ പ്രദേശങ്ങളിലുള്ളവരുടെയും നിത്യജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞെന്ന് തളിപ്പറമ്പ് ഡിവൈഎസ്പി കെ പ്രേമചന്ദ്രൻ. ജീവിതശൈലി രോഗങ്ങൾ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ ശരീരം പരിപാലിക്കാനും ആരോഗ്യം സംരക്ഷിക്കാനും ഉത്തമ വ്യായാമമാണ് യോഗ. അതുകൊണ്ടാണ് യോഗ ആളുകൾ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പരിയാരം പൊന്നുരുക്കിപ്പാറ പൊള്ളാളത്തെ ഭവാനി സർവശാലയിൽ 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഡിവൈഎസ്പി കെ പ്രേമചന്ദ്രൻ. ഇതിന്റെ വ്യാപനം വളരെയേറെ വർദ്ധിച്ചിരിക്കും. ഒരു കാലഘട്ടത്തിൽ ചുരുങ്ങിയ ചില പ്രദേശങ്ങളിൽ സ്ഥാപനങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഈ യോഗ എന്നുള്ള പ്രോഗ്രാം, യോഗ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ എല്ലാ മേഖലകളിലും എല്ലാ പ്രദേശങ്ങളിലും നമുക്കിന്ന് കാണാൻ കഴിയും. അതിനൊരുപാട് ചരിത്രപരമായ ഗുണങ്ങളും പ്രാധാന്യങ്ങളുമുള്ള യോഗ എന്നുള്ള ഈ ഒരു സംഭവം, പരിപാടി നമുക്ക് ഇന്ന് പലരും നമ്മുടെ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ മനുഷ്യർക്കുണ്ടായിരിക്കുന്ന ശാരീരികമായ ഒട്ടേറെ ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടി നമ്മൾ ഇന്ന് പലരും യോഗ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ചടങ്ങിൽ ഭവാനി സർവശാല പ്രിൻസിപ്പൽ കെ.ആർ. ബാലഗോപാൽ അധ്യക്ഷത വഹിച്ചു. പരിയാരം എസ്.ഐ ഇൻചാർജ് കൃഷ്ണപ്രിയ മുഖ്യാതിഥിയായി. ഡോക്ടർ എം രവീന്ദ്രനാഥ്, അഡ്വക്കേറ്റ് പി മനോജ്, ഡോക്ടർ അനുഷ, ജിഷാന തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സീനിയർ മെഡിക്കൽ ഓഫീസർ സിജുല മിത്ര, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഭിജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ യോഗ പ്രദർശനവും മാഠ്യൻ മാർഷൽ ആർട്സ് അക്കാദമി ഭവാനി ആയോധനശാലയുടെ നേതൃത്വത്തിൽ കരാട്ടെ പ്രദർശനവും നടന്നു. ഗ്രന്ഥശാല, വൈദ്യശാല, ഔഷധശാല, ഭോജനശാല, യോഗശാല, ജൈവശാല, ഗോശാല എന്നീ 7 ശാലകളുമായി ബന്ധപ്പെട്ട് പരിയാരം, കടന്നപ്പള്ളി, പാണപ്പുഴ പഞ്ചായത്തുകളിലായി 20 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന സംരംഭമാണ് ഭവാനി സർവശാല. ചുരുങ്ങിയ ചെലവിൽ താമസിക്കാനും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒഴിവുദിനങ്ങൾ ആസ്വദിക്കാനും ആയുർവേദ ചികിത്സ നടത്താനും യോഗ, കൃഷിരീതികൾ എന്നിവ പഠിക്കാനുമുള്ള സൗകര്യവും സർവശാലയിൽ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.